എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് ത്രീയിൽ വരുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതുപോലെ സെറ്റിനും നെറ്റിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, കേട്ടറ്റിനും കൂടെ ഉപയോഗിക്കാവുന്ന കുറച്ച് MCQ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ വാച്ച് ചെയ്യുക. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ലിറ്ററേച്ചറിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ചോദ്യം ചോദിക്കാൻ കുറച്ച് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ലാംഗ്വേജ് മാത്രമല്ല, ലിറ്ററേച്ചർ മാത്രമല്ല, ഇംഗ്ലണ്ടിന്റെ ഹിസ്റ്ററിയും കൂടെ നമ്മൾ എല്ലാത്തിലും പഠിച്ചു പോകാറുണ്ട്. അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തുടങ്ങുന്നത്. ക്വീൻ വിക്ടോറിയ സക്സീഡഡ് ടു ദ ത്രോൺ ഓഫ് ഇംഗ്ലണ്ട് ആഫ്റ്റർ ഹും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്വീൻ വിക്ടോറിയ ത്രോണിലേക്ക് വന്നിട്ടുള്ളത് ആർക്ക് ശേഷമാണ്, അല്ലെങ്കിൽ വിക്ടോറിയക്ക് മുൻപുണ്ടായിരുന്ന രാജാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. വില്യം ഫോർ ആണോ, എഡ്വേർഡ് സെവൻ ആണോ, ജോർജ് ഫോർ ആണോ, ജോർജ് ത്രീ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആർക്ക് ശേഷമാണ് ക്വീൻ വിക്ടോറിയ ക്യൂനായിട്ട് മാറിയത്? ഓക്കെ, അപ്പോൾ വില്യം ഫോർ, അതായത് ക്വീൻ വിക്ടോറിയയുടെ അങ്കിൾ ആയിരുന്നു, റൈറ്റ്? അപ്പോ ഇദ്ദേഹത്തിന്, വില്യം നാലാമന് മക്കളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നീസ് ആയിട്ടുള്ള വിക്ടോറിയനെ 1837 എന്ത് ചെയ്യുന്നത്, ക്വീൻ വിക്ടോറിയനെ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിട്ട് വാഴിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മക്കളില്ലാത്ത, ലെജിറ്റിമേറ്റ് സൺ ഇല്ലാത്ത കാരണമാണ് ന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ക്വീൻ വിക്ടോറിയ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഓക്സ്ഫോർഡ് മൂവ്മെന്റ് വാസ് ബേസിക്കലി ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്നുള്ളത് എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ബേസിക്കലി എന്തായിട്ടാണ് അത് ബേസ് ചെയ്തിട്ടുള്ളത്? റിലീജിയസ് മൂവ്മെന്റ് ആയിരുന്നോ, ലിറ്റററി മൂവ്മെന്റ് ആയിരുന്നോ, സോഷ്യൽ മൂവ്മെന്റ് ആയിരുന്നോ, എക്കണോമിക്കൽ മൂവ്മെന്റ് ആയിരുന്നു? ഏതായിരുന്നു ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞത്? അത് ബേസിക്കലി ഒരു റിലീജിയസ് മൂവ്മെന്റ് ആയിരുന്നു. അതായത് 1800-കൾക്ക് ശേഷം, പർട്ടിക്കുലർലി 1830 കൂടി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, അതായത് ബേസിക്കലി നമ്മുടെ ഈ കത്തോലിക്സ്, അവരുടെ റൂട്ട്സ് എല്ലാം ഒന്നും കൂടെ ഒന്ന് പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ചർച്ചിന്റെ ട്രഡീഷണാലിറ്റി, കത്തോലിക്സിന്റെ ഒരു വിശ്വാസം, ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓക്സ്ഫോർഡ് മൂവ്മെന്റ് 1830-കളിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടുമായി ചേർന്നിട്ട് റിലീജിയസ് റിവൈവലിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റിലീജിയസ് മൂവ്മെന്റ് ആയിരുന്നു ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ, ആരാണ് ഓക്സ്ഫോർഡ് മൂവ്മെന്റ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ദ സ്കോളേഴ്സ് ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ദ ക്ലർജിമാൻ ഓഫ് ഓക്സ്ഫോർഡ്, ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ്, നൺ. ഇതിൽ ആരും അല്ല. ഇതിൽ ആരാണ്, ഇതിലേതാണ് ശരിയായ ഉത്തരം ഇതിൽ വരുന്നത്? എവിടെയാ വരുന്നത്? സ്കോളേഴ്സ് ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനികളായിരുന്നു ജോൺ ഹെൻറി ന്യൂമാൻ, എഡ്വേർഡ് പ്യൂസെ, അതുപോലെ ജോൺ കേബിൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാര്. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കത്തോലിക്സ് എലമെന്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പുനർജനിപ്പിക്കാൻ, റിവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി, ഹു വാസ് ദ ലീഡർ ഓഫ് ദ പ്രീ റാഫ്ലൈറ്റ് ഗ്രൂപ്പ്? ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രീ റാഫ്ലൈറ്റ് ഗ്രൂപ്പിന്റെ ലീഡർ ആരായിരുന്നു? DG റോസറ്റി ആണോ, ക്രിസ്റ്റീന റോസറ്റി ആണോ, സ്വൈൻബേൺ ആണോ, അല്ലെങ്കിൽ മോറിസ് ആണോ? ഓക്കെ, പ്രീ റാഫ്ലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് റാഫൽ എന്ന് പറയുന്ന പെയിന്ററെയും സ്കൾപ്ചർ ആർട്ടിസ്റ്റിനെയൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ലീഡറിനെ, അതായത് ആ ഒരു ഫോർമാറ്റിനെ പിന്തുടർന്ന് വന്ന ആൾക്കാരാണ് ഈ പ്രീ റാഫലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ലീഡറായിട്ട് വന്നിട്ടുള്ളത് DG റോസറ്റി ആണ്. ഓക്കെ, അദ്ദേഹമാണ് ഫൗണ്ടിങ് മെമ്പറും കൂടി ആയിട്ടുള്ളത്. എന്തായിരുന്നു ഇവര് വെച്ചിട്ടുണ്ടായിരുന്ന an ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി മൂവ്മെന്റ് ദാറ്റ് റിജക്റ്റഡ് ദ അക്കാഡമിക് ആർട്ട് സ്റ്റാൻഡേർഡ്സ്. അതായത് അക്കാഡമിക്കലി ആർട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ ഇവര് ഫോളോ ചെയ്യുന്നില്ല. അതിന് പകരം കുറച്ചും കൂടെ വൈബ്രന്റ് ആയിട്ടുള്ള റിനൈസൻസ് പെയിന്റിങ്ങുകളെ, അങ്ങനത്തെ കാര്യങ്ങളെ കുറച്ചും കൂടി ഈ റൂൾസിൽ നിന്ന് വിട്ട് എങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രീ റാഫ്ലൈറ്റ് ഗ്രൂപ്പുകാര് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ ഈസ് കോൾഡ് എ നോവൽ വിത്തൗട്ട് എ ഹീറോ? ഇതും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമാണ്. നോവൽ വിത്തൗട്ട് എ ഹീറോ എന്ന് പറയുന്നത് വാനിറ്റി ഫെയർ ആണോ, മില്ല് ഓൺ ദ ഫ്ലോസ് ആണോ, പിക് പിക് പേപ്പർ ആണോ, നോർത്ത് ആങ്കർ എബേ ആണോ? ഇതിലേതാണ് അറിയപ്പെടുന്നത്? ഏതാ? വാനിറ്റി ഫെയർ എന്ന് പറയുന്ന വില്യം മക്പീസ് താക്കറയുടെ ഈ നോവലാണ് എന്ത്, എ നോവൽ വിത്തൗട്ട് എ ഹീറോ എന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിലോടുകൂടി അറിയപ്പെടുന്നത്. ഏത് നോവലാണ്? വാനിറ്റി ഫെയർ എന്ന് പറയുന്ന വില്യം മക്പീസ് താക്കറയുടെ നോവലാണ്. ഓക്കെ, സോ അതെന്താ കാണിച്ചുകൊണ്ടിരുന്നത്? അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സൊസൈറ്റിയുടെ എംപ്റ്റിനെസ്, അതുപോലെ തന്നെ ഒരു ഹീറോയിക്
എലമെന്റ്സ് എന്താണ്, അതിന്റെ മൊറാലിറ്റി എങ്ങനെയാണ്, സറ്റയറിക്കൽ ഫാക്ടുകൾ സൊസൈറ്റിയിൽ നിൽക്കുന്നത് എന്തൊക്കെയാണെന്നാണ്, സൂപ്പർഫിഷ്യാലിറ്റി എന്തൊക്കെ ആർഭാടങ്ങൾ പൊള്ളത്തരങ്ങൾ കാണിച്ചു സൊസൈറ്റിയിലുള്ള ആൾക്കാർ എന്ന് പറയുന്ന എല്ലാം എവിടെയാ വരുന്നത്, ഈ ഒരു വാനിറ്റി ഫെയറിൽ വില്യം മക്ലീസ് താക്കറെ കാണിക്കുന്നുണ്ട്. അടുത്തത് ജോർജ് എലിയറ്റ് വാസ് പെൻ നെയിം ഓഫ്, ഭയങ്കര സിമ്പിൾ ചോദ്യമാണ് പക്ഷേ ഡയറക്റ്റ് ചോദ്യമാണ്. ജോർജ് എലിയറ്റ് എന്നുള്ളത് ആരുടെ പെൻ നെയിം ആയിരുന്നു, ആര് എഴുതാൻ വേണ്ടി ഉപയോഗിച്ച നെയിമാണെന്ന് ചോദിക്കുന്നത്. മേരി കോളിഷൻസ് ആണോ, മേരി ആൻ ഇവാൻസ് ആണോ, ലാറ ഇവാൻസ് ആണോ, ഇതിലാരും അല്ലയോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മേരി ആൻ ഇവാൻ ആണ് എന്ത് ചെയ്യുന്നത്, മെയിൽ സ്യൂഡോണിം അല്ലെങ്കിൽ പെൻനെയിം ഉപയോഗിച്ചുകൊണ്ട് ജോർജ് എലിയറ്റ് എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയത് മേരി ആൻ ഇവാൻസ് ആണ്. എന്താണ് അങ്ങനെ എഴുതാനുള്ള കാരണം? അതായത് ഒരു 19th സെഞ്ചുറി ഒക്കെ ആവുമ്പോൾ ആ ഒരു ടൈമിലൊക്കെ മെയിൽ റൈറ്റേഴ്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഒരു ഫീമെയിൽ റൈറ്റർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും വായിക്കില്ല എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പുരുഷന്റെ പേരിട്ട് എഴുതി കഴിഞ്ഞാലാണ് വായനക്കാർ കൂടുതൽ ഉണ്ടാവുക എന്നുള്ള ഒരു പൊതുബോധത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മേരി ആൻ ഇവാൻസ് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ടെനിസൺ വാസ് അപ്പോയിന്റഡ് ആസ് ദ പോയിറ്റ് ലോററ്റ് ആഫ്റ്റർ ഹും, ആർക്ക് ശേഷമാണ്, ആരുടെ മരണത്തിന് ശേഷമാണ് ടെന്നീസൺ പോയിറ്റ് ലോറേറ്റ് ആവുന്നത്? പോയിറ്റ് ലോറേറ്റ് എന്ന് ബേസിക്കലി പറയുമ്പോൾ നമ്മൾ ആസ്ഥാന കവി അല്ലെങ്കിൽ ദേശീയ കവി എന്നൊക്കെ പറയുന്ന ഫോർമാറ്റിലേക്കുള്ള ഒരു സ്ഥാനമാണത്. വലിയ സ്ഥാനമാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ ആർക്ക് ശേഷമാണ്? വേർഡ്സ്വർത്ത് ആണോ, സതയാണോ, എസ് ടി കോളറിഡ്ജ് ആണോ, റോബർട്ട് ബ്രൗണിംഗ് ആണോ? ആർക്ക് ശേഷമാണ് ടെന്നീസൺ വന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആർക്ക് ശേഷമാണ്? വില്യം വേർഡ്സ്വർത്തിന് ശേഷമാണ് ടെന്നീസൺ നമ്മുടെ പോയിറ്റ് ലോറേറ്റ് ആവുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹം മരിക്കുകയാണ്. നമ്മുടെ വേർഡ്സ്വർത്ത് 1800 മരിക്കുമ്പോഴാണ് നമ്മുടെ ടെന്നീസൺ പോയിറ്റ് ലോറേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 40 വർഷത്തോളം അദ്ദേഹം പോയിറ്റ് ലോറേറ്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഇൻ ഇൻ മെമ്മോറിയം ടെന്നീസൺ മോൺസ് ദ ഡെത്ത് ഓഫ്, അതായത് ഇൻ മെമ്മോറിയം എന്നാണ് ടെന്നീസന്റെ കവിതയുടെ പേര്. അപ്പോൾ ആ കവിതയിലൂടെ ആരുടെ ഡെത്തിനെയാണ് ടെന്നീസൺ മോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ പറയുന്നത്, അത് സങ്കടത്തോടെ പ്രകടിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കീറ്റ്സ് ആണോ, ഹൂക്ലോ ആണോ, അതുപോലെ ലോർഡ് ബയർൺ ആണോ, ആർതർ ഹെൻറി ഹെല്ലം ആണോ? ഇതിൽ ആരുടെ ഡെത്തിനെ മോൺ ചെയ്തുകൊണ്ടാണ് ടെന്നീസൺ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്? ആരുടെയാ? ആർതർ ഹെൻറി ഹെലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി എഴുതിയ കവിതയാണ് ഈ എലിജി. ഓക്കെ, ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന എലിജി അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ അത് എന്തിനാ എഴുതിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മരണത്തോട് വരുന്ന ഗ്രീഫ്, സങ്കടം, അതുപോലെ ഫെയ്ത്ത്, അതായത് ഒരു കൂട്ടുകാരൻ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ലോസ്, ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം നമ്മുടെ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന കവിത ടെന്നീസൺ ആർതർ ഹെൻറി ഹെലമിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഒറിജിൻ ഓഫ് സ്പീഷീസ്? ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ, ഓക്കെ, നമ്മുടെ എവല്യൂഷനെ കുറിച്ച് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ചാൾസ് ഡാർവിൻ ആണോ, ലോർഡ് ടെന്നിസൺ ആണോ, അർണോൾഡ് ആണോ, ചാൾസ് ഡിക്കൻസ് ആണോ? ഡയറക്റ്റ് ചോദ്യമാണ്, സംശയമൊന്നും ഉണ്ടാകരുത്. ഓക്കെ, ചാൾസ് ഡാർവിൻ ആണ് 1859 നമ്മളുടെ ഈ എവല്യൂഷനെ പറ്റിയിട്ടും നാച്ചുറൽ സെലക്ഷനെ പറ്റിയിട്ടും, ഓക്കെ, ഈ ഫിറ്റസ്റ്റുകൾ ആണ് ലോകത്തിൽ മുന്നിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാ പറയുന്നത്? ചാൾസ് ഡാർവിൻ ആണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള 1859 ഇറങ്ങിയ ഒറിജിൻ ഓഫ് സ്പീഷീസ് നമ്മളെല്ലാവരുടെയും ബയോളജിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ഒറിജിൻസിനെ കുറിച്ച് പറയുന്ന ഒരു ബുക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിംഗ് ദ വിക്ടോറിയൻ ഏജ്? വിക്ടോറിയൻ ഏജിൽ ഏറ്റവും പ്രശസ്തമായിട്ടുണ്ടായിരുന്ന ലിറ്ററേച്ചർ ഫോം ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോസ് ആണോ, പോയട്രി ആണോ, നോവലാണോ, ഡ്രാമയാണോ? ഇതിലേതായിരുന്നു? ഒരു സംശയമില്ലാതെ പറയാം, അത് നോവലായിരുന്നു എന്ന്. കാരണം അന്നാണ് നമ്മൾ ഏറ്റവും കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റൈറ്റേഴ്സിലായിട്ടുള്ള ഇംഗ്ലണ്ടിലെ ചാൾസ് ഡിക്കൻസ്, ജോർജ് എലിയറ്റ്, അതുപോലെ തോമസ് ഹാർഡി എന്നീ ആൾക്കാർ എന്ത് ചെയ്തിട്ടുള്ളത്, അന്നത്തെ സൊസൈറ്റിയെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ ഇഷ്യൂസ്, മോറൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ് എല്ലാം അന്നത്തെ നോവലുകളിലൂടെയാണ് നമ്മൾ കണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ഒരു കോട്ടാണ്, ഗീവ് മി എ ഗുഡ് മദർ ഐ വിൽ ഗീവ് യു എ ഗുഡ് നേഷൻ എന്ന് പറയുന്ന ഒബ്സർവേഷൻ അല്ലെങ്കിൽ കോട്ട് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആരാണ്? നെപ്പോളിയൻ ആണോ,
ഹിറ്റ്ലർ ആണോ, അബ്രഹാം ലിങ്കൺ ആണോ, നൺ, അല്ലെങ്കിൽ ഇതിൽ ആരുമല്ല എന്നാ ചോദിക്കുന്നത്. ഡയറക്റ്റ് ചോദ്യമാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് എന്ത് പറയുന്നത്, ഗീവ് മി എ ഗുഡ് മദർ ഐ വിൽ ഗീവ് എ ഗുഡ് നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദീസ് ഇംഗ്ലീഷ് ഓതേഴ്സ് വാസ് എ മെമ്പർ ഓഫ് ദ ബ്ലൂംസ്ബറി ഗ്രൂപ്പ്, a literary circle that rejected the Victorian taboos on religious, artistic, social and sexual matters. അപ്പൊ ഈ പറയുന്നതിൽ ആരാണ് ബ്ലൂംസ്ബറി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മെമ്പർ എന്ന് ചോദിക്കുന്നു. ഇനി ബ്ലൂംസ്ബറി ഗ്രൂപ്പ് എന്താ ചെയ്തത്? അന്ന് ഉണ്ടായിരുന്ന വിക്ടോറിയൻ ടാബൂസ് ഒന്നിനെ പറ്റി പറയാൻ പറ്റില്ല. നമ്മൾ പറയാറുണ്ട് വിക്ടോറിയൻ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അടക്കി പിടിച്ച ജീവിതമായിരുന്നു എല്ലാവരും ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഉണ്ടായിരുന്നത് അതിനെ എതിർത്ത് കൊണ്ടുവന്ന ഈ ഒരു ബ്ലൂംസ്ബറി ഗ്രൂപ്പിലെ മെമ്പർ ആര്? വിർജീനിയ വൂൾഫ് ആണോ, ജോർജ് ഓർവെൽ ആണോ, ജോൺ ഹോൾസ് ആണോ, DS ലോറൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ചോദ്യമാണ് ഇത്. ആക്ച്വലി വിർജീനിയ വൂൾഫ് ആണ് ആ മെമ്പറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിച്ച് അലഗോറിക്കൽ നോവൽ ബൈ വില്യം ഗോൾഡിംഗ് ഫീച്ചേഴ്സ് എ ഗ്രൂപ്പ് ഓഫ് ബോയ്സ് സ്ട്രാൻഡഡ് ഓൺ എ ഡെസേർട്ട് ഐലൻഡ്? അത് ഏത് നോവലാണെന്ന് ചോദിക്കുന്നത്. ഒരു 12 കുട്ടികളോളം ഒരു ഡെസേർട്ട് ഐലൻഡിൽ പെട്ടുപോകുന്ന ഒരു നോവൽ എഴുതിയിട്ടുള്ളത് ആര്? അലഗോറിക്കൽ നോവൽ എഴുതിയിട്ടുള്ള വില്യം ഗോൾഡിംഗ് ആണ്. അത് ഏതാണ് ആ നോവലിനെ ചോദിക്കുന്നത്. റൈറ്റ്സ് ഓഫ് പാസേജ്, ഡാർക്ക്നെസ് വിസിബിൾ, ഫയർ ഡൗൺ ബിലോ, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ഓക്കെ, ഏതാണ്? ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ആണ് ഈ ഐലൻഡിലെ കുട്ടികൾ പെടുന്നതിനെ പറ്റിയിട്ട് സംഭവമായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ ഒരു ഒരു എക്സ്ട്രാ എന്ന് പറയുമ്പോൾ നമുക്ക് അരുന്ധതി റോയ് എഴുതിയിട്ടുള്ള ഇതേ പേരിൽ വരുന്ന വേറൊരു പുസ്തകമുണ്ട്, ലോർഡ് ഓഫ് ദ സ്മോൾ തിങ്സ് എന്ന് പറയുന്നത്, അല്ലെ? കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ബുക്കാണത് ഉള്ളത്. വാട്ട് ഡു ജോർജ് ബെർണാഡ് ഷോ, വില്യം ബട്ട്ലർ ഈറ്റ്സ്, റുഡിയാർഡ് കിപ്ലിംഗ് ആൻഡ് വില്യം ഗോൾഡിംഗ് ഹാവ് ഇൻ കോമൺ? ഈ 4 പേരെയും കൂട്ടി ഇണക്കി നിൽക്കുന്ന ഏത് പോയിന്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? All of them received the Nobel Prize in Literature. They were members of the Fabian Society, a British socialist intellectual movement. They were all born in Ireland. All of them served in World War I. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഏതാ? All of them received the Nobel Prize in Literature എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. കാരണം ജോർജ് ബെർണാഡ് ഷോ 1925, ഈറ്റ്സ് 1923, കിപ്ലിംഗ് 1907, ഗോൾഡിംഗ് 1983 എന്ത് ചെയ്യുന്നുണ്ട്? നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും. ഓക്കെ, അതാണ് അവരുടെ കോമൺ ആയിട്ടുള്ള പോയിന്റ്. വാട്ട് നെയിം വാസ് അപ്ലൈഡ് ടു ദ ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് പ്ലേ റൈറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് ഫ്രം ദ 1950s, which included John Osborne, John Rain and Alan Stilton? അപ്പോൾ പ്രത്യേകമായിട്ട് ഒരു ഗ്രൂപ്പ് 1950കളിൽ പ്ലേ റൈറ്റ്സും അതുപോലെ നോവലിസ്റ്റുകളും ചേർന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ജോൺ ഓസ്ബൺ ഉണ്ട്, ജോൺ റെയിൻ ഉണ്ട്, അലൻ സിലിട്ടോ ഉണ്ട്. ഈ ഗ്രൂപ്പിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് വിളിക്കുന്നത് എന്നും ചോദിക്കുന്നുണ്ട്. ദ കൺഫേമിസ്റ്റ് ആണോ, ദ ആംഗ്രി യങ് മെൻ ആണോ, ദ റെബൽസ് ആണോ, ദ ഡിസപ്പോയിന്റഡ് യങ് മെൻ ആണോ? ഇതിലേതാണ് ഗ്രൂപ്പിന്റെ പേര്? ഏതാണ്? ആംഗ്രി യങ് മെൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ 1950 കൂടി വരുന്ന ഗ്രൂപ്പിന്റെ പേര്. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ക്ഷുഭിത യൗവനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ അന്നുണ്ടായിരുന്ന ക്ലാസ് സിസ്റ്റം, അതുപോലെ വർക്കിംഗ് ക്ലാസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, പോസ്റ്റ് വാർ ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ഇമോഷണൽ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളൊന്നും നടക്കാത്ത, സാധാരണ മനുഷ്യന്റെ ജീവിതം നന്നായി നടക്കാത്തതിന്റെ പ്രശ്നങ്ങൾ എല്ലാം ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു ഗ്രൂപ്പ് അവർ ഫോം ചെയ്യുന്നത്. അതാണ് ദ ആംഗ്രി യങ് മെൻ, ക്ഷുഭിത യൗവനം കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് അവിടെ വരുന്നത്. റൈറ്റ്, ഇനി അടുത്ത നോക്കാം. റോബർട്ട് ബ്രൂക്ക് റോട്ട് ഹിസ് പോയട്രി അണ്ടർ വിച്ച് കോൺഫ്ലിക്റ്റ്? റോബർട്ട് ബ്രൂക്ക് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പോയറ്റ്, അതുപോലെ തന്നെ നോവലിസ്റ്റ് ആണ്. അദ്ദേഹം ഏതിന്റെ ഇടയിലാണ് ഇദ്ദേഹത്തിന്റെ പോയട്രികൾ എഴുതിയതെന്നാണ് ചോദിക്കുന്നത്. ബോവർ വാർ ആണോ, സെക്കൻഡ് വേൾഡ് വാർ ആണോ, കൊറിയൻ വാർ ആണോ, ഫസ്റ്റ് വേൾഡ് വാർ ആണോ എന്ന് ചോദിക്കുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇടയിലാണ് റോബർട്ട് ബ്രൂക്ക് അദ്ദേഹത്തിന്റെ കവിതകൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, കൂടുതലും വാർ സോണറ്റ്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിന്റെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ദ സോൾജിയർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ചെറിയ വയസ്സിൽ തന്നെയാണ് മരിക്കുകയും ചെയ്തത്. വാറിന്റെ ഇടയിലാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹു റോട്ട് അബൌട്ട് ദ ഐഡിലിക് ഐസിൽ ഓഫ് ഇനിസ്ഫ്രീ എന്ന് പറയുന്നു.
ആ കവിത എഴുതിയിട്ടുള്ളത് ആരാ? ഇത് ഡയറക്റ്റ് ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ഡൈലൻ തോമസ് ആണോ, എസ്ര പൗണ്ട് ആണോ, ഈറ്റ്സ് ആണോ, ഇ കമ്മിങ്സ് ആണോ എന്നുള്ളത് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം എന്താ? W.B. ഈറ്റ്സ് ആണ് ഐസ് ഓഫ് ഇനിസ്ഫ്രീ എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ളത്. ആ ഇനിസ്ഫ്രീ പോയിട്ട് താമസിക്കാനുള്ള അദ്ദേഹത്തിന്റെ, നമ്മൾ ഈ സോക്കോൾഡ് ത്വര എന്ന് പറയുമല്ലോ, അത്രയും നല്ല സ്ഥലമാണ്, അവിടെ പോയി താമസിക്കണം എന്നുള്ളത് പറയുന്നത് ഈറ്റ്സ് ആണ്. ഓക്കെ. കേംബ്രിഡ്ജ് സ്കൂൾ refers to a group who emerged when. ഏത് കാലഘട്ടത്തിലാണ് കേംബ്രിഡ്ജ് സ്കൂൾ വന്നിട്ടുണ്ടായിരുന്നത്? ഒരു മൂവ്മെന്റ് പോലെയാണ്. 1900-കളിലാണോ, 1960-കളിലാണോ, 20-കളിലാണോ, 30-കളിലാണോ? 1930-കളിലാണ് എന്ത് ചെയ്യുന്നത്, കേംബ്രിഡ്ജ് സ്കൂള് എക്സിസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഒരു ഹിസ്റ്റോറിയൻസിന്റെയും സ്കോളേഴ്സിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു എന്ത് പറയുന്നത്, ഈ കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയുന്നത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുറച്ച് ഹിസ്റ്റോറിയൻസിന്റെയും സ്കോളേഴ്സിന്റെയും ഗ്രൂപ്പായിരുന്നു. ഓക്കെ. ഇനി അവരെന്തിനാ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലെ നമുക്ക് ഈ ടെക്സ്റ്റുകളെ, അതുപോലെ പൊളിറ്റിക്കൽ തോട്ടുകളെ, ലിറ്റററി ക്രിറ്റിസിനെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഇവര് ഈ കേംബ്രിഡ്ജ് സ്കൂളിലൂടെ ശ്രമിച്ചത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഡിസ്ക്രൈബ് ദ പ്രിവെയിലിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹൈ മോഡേൺ ലിറ്ററേച്ചർ? ഓക്കെ. ഇതിൽ ഏതൊക്കെയാണ് ഹൈ മോഡേൺ ലിറ്ററേച്ചറിനെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡുകൾ എന്നാണ് ചോദിക്കുന്നത്. സ്കെപ്റ്റിക്കൽ ആണോ, അതോറിറ്റേറ്റീവ് ആണോ, ഇംപ്രഷനിസ്റ്റിക് ആണോ? ബോത്ത് എ ആൻഡ് ബി ആണ്. എ എന്ന് പറയുമ്പോൾ സ്കെപ്റ്റിക്കലും പിന്നെ അതോറിറ്റേറ്റീവും വരും. സോ ഏതാ വരിക? ഹൈ മോഡേൺ ലിറ്ററേച്ചറിനെ കാണിക്കാൻ രണ്ടെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ശരിയായ ഉത്തരം ഡി ആണ്. ബോത്ത് എ ആൻഡ് സി ആണ് വരുന്നത്. എ ആൻഡ് സി ആണ് വരുന്നത്. ഓക്കെ. സ്കെപ്റ്റിസിസം ഉണ്ടാവും, അല്ലാതെ അതായത് ഒരു സംശയം, എല്ലാത്തിനോടും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംശയം, അല്ലെങ്കിൽ സ്കെപ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട്. കാരണം ഈ കാണുന്നതെല്ലാം ശരിയാണോ, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക, ട്രഡീഷണൽ വാല്യൂസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, നറേറ്റീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, ട്രൂത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. കാരണം അത് എല്ലാവരും കടന്നു വന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാടോടുകൂടി. കാരണം World War I കഴിഞ്ഞിട്ടുള്ള ഒരു 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 ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്കെപ്റ്റിക് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ലിറ്ററേച്ചറുകൾ മുഴുവൻ എഴുതുന്നത്. 1910 തൊട്ട് 40 വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഈ ഹൈ മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി ഇംപ്രഷനിസം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ, അതുപോലെ ഇന്നർ കോൺഷ്യസിനെ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇംപ്രഷനിസ്റ്റിക് റൈറ്റിംഗ് എന്ന് ആഡ് ചെയ്ത് പറയുന്നത്. ഓക്കെ. അതിൽ തന്നെ നമ്മളെ ജെയിംസ് ജോയ്സിനെ പോലെയുള്ള, വിർജിനിയ വൂൾഫിനെ പോലെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വെച്ചും എഴുതുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റേഴ്സ് റോട്ട് ഹിസ്റ്റോറിക്കൽ നോവൽസ്? ഇതിലാരാണ് ഹിസ്റ്റോറിക്കൽ നോവൽസ് എഴുതിയ ആൾക്കാർ? ജെയിൻ ഓസ്റ്റൻ ആൻഡ് ഷാർലറ്റ് ബ്രോണ്ടൻ, സർ വാൾട്ടർ സ്കോട്ട് ആൻഡ് മരിയ എഡ്ബർഗ്, വില്യം വേർഡ്സ്വർത്ത് ആൻഡ് എസ്.ടി. കോളറിഡ്ജ്, മേരി ഷെല്ലി ആൻഡ് പി.ബി. ഷെയ്ഡ്. ഇതിലാരാണ്? വാൾട്ടർ സ്കോട്ടും മരിയ എഡ്വർത്തും ആയിട്ടുള്ള ബി ഓപ്ഷനാണ് ഇതിൽ കൺസിഡർ ചെയ്യാവുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ, ഇപ്പോൾ വാൾട്ടർ സ്കോട്ടിനെ എടുത്തു കഴിഞ്ഞാൽ ലിവാൻ ഹോവേ, വേർലി, അതുപോലെ റോബ് റോയ് എന്ന് പറയുന്ന ക്ലിയർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെയൊക്കെ വെച്ചിട്ട് ഫിക്ഷൻ എഴുതുന്ന ആളായിരുന്നു നമ്മളുടെ വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്നത്. അതുപോലെ മറിയ എഡ്ജ്വർത്തിന്റെ ഏറ്റവും നല്ലൊരു നോവൽ എന്ന് പറയുന്നത് കാസിൽ റാക്കന്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവർ രണ്ടുപേരാണ് കറക്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ നോവൽസ് എഴുതിയിട്ടുള്ളത്. Who has defined who has defined poetry as a fundamental creative act using languages എന്ന് ചോദിക്കുന്നത്. ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? W.H.W. ആണോ, എമേഴ്സൺ ആണോ, ഡൈലാൻ തോമസ് ആണോ, വേർഡ്സ്വർത്ത് ആണോ? ഇത് ഏതാ കറക്റ്റ് ആയത്? ഡൈലാൻ തോമസ് ആണ് ഈ ഒരു പോയിട്രിയെ കുറിച്ചിട്ടുള്ള, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്തത്. സെസൂൺ ആൻഡ് ബ്രൂക്ക്, റോബർട്ട് ബ്രൂക്ക് wrote what kind of poetry? നമ്മൾക്ക് അവിടെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു റോബർട്ട് ബ്രോക്കിന്റെ. അപ്പൊ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് എന്ത്, ഏത് കൈൻഡ് ഓഫ് പോയട്രിയാണ് സസോണും ബ്രോക്കും എഴുതിയിട്ടുള്ളതാണ്? ലൈറ്റ് വേഴ്സ് ആണോ, റൊമാൻറ്റിക് ആണോ, പൊളിറ്റിക്കൽ സറ്റയർ ആണോ, വാർ പോയംസ് ആണോ? ഇങ്ങനത്തെ എഴുതിയിട്ടുണ്ടായിരുന്നത്? സംശയമില്ലല്ലോ, വാർ പോയംസ് ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇപ്പോൾ World War I പോയറ്റ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. സസൂൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹാർഷ് റിയലിസ്റ്റിക്, അതുപോലെ ആന്റി വാർ പോയട്രിയാണ് സസൂൺ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി ബ്രൂക്ക് എഴുതുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാട്രിയോട്ടിക് പോയംസ് ആണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും രണ്ട് തരത്തിൽ എഴുതിയത് എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ എഴുതിയത് വാർ പോയംസ് ആണ്. ഓക്കെ.
ടെഡ് ഹ്യൂക്സ് വാസ് മാരീഡ് ടു വിച്ച് അമേരിക്കൻ പോയറ്റസ്? ടെഡ് ഹ്യൂക്സിന്റെ പ്രശസ്തയായിട്ടുള്ള അമേരിക്കൻ പോയറ്റസ് വൈഫ് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എർലൻ കൈസർ ആണോ, മേരി ഒലിവർ ആണോ, സിൽവിയ പ്ലാത്ത് ആണോ, മരിയൻ മൂർ ആണോ? ഇതിൽ ആരാണ്? ആരാ? സിൽവിയ പ്ലാത്ത് ആണ് അല്ലെ. കുറെ പ്രാവശ്യം മരിക്കാൻ ശ്രമിച്ച, അങ്ങനെ മരിച്ച ഒരാളാണ് ആര്? സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി ടെഡ് ഹ്യൂക്സ് ആരായിരുന്നു? ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോറൈറ്റ് ആയിരുന്നു. അവരുടെ പ്രശസ്തിയായ വൈഫാണ് ആര്? സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഈ ദ ബെൽ ജാർ എന്ന് പറയുന്നത്. ഓക്കെ, അവർ കൂടുതലായിട്ടും കൺഫെഷണൽ പോയട്രി ആയിരുന്നു നമ്മളുടെ പ്ലാത്ത് എഴുതിക്കൊണ്ടുണ്ടായിരുന്നത്. ദ മാഗസിൻ കണ്ടംപററി പോയട്രി ആൻഡ് പ്രോസ് വാസ് ഇൻസ്പയർഡ് ബൈ വിച്ച് എക്സിബിഷൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദ ഫെസ്റ്റിവൽ ഓഫ് ബ്രിട്ടൈൻ, the surrealist exhibition, people of the 20th century, drawing 20th century. ഇതിലേതാണ്? ദ സർറിയലിസ്റ്റ് എക്സിബിഷൻ എന്ന് പറയുന്ന ബി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അത് 1936 ലണ്ടനിലാണ് അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. Which of the following acts were not passed during the Victorian era എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് ഈ വിക്ടോറിയൻ എറയിൽ പാസ് ചെയ്യാത്ത ആക്ട്? Series of Factory Acts, the Custody Act, the Women's Suffrage Act, the Married Women's Property Rights Act. ഇതിലേതാണ്? സി ആയിട്ടുള്ള ദ വിമൻസ് സഫറേജ് ആക്ട് ആണ് അന്ന് പാസ് ചെയ്യാതെ ഉണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ള നോക്കാം. സീരീസ് ഓഫ് ഫാക്ടറി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷൻസ് മുന്നിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ വിമനും ചിൽഡ്രനും അതുണ്ടായിരുന്ന ആ ഏരിയയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്സ് നൽകാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫാക്ടറി ആക്ട്സ്, പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി വിമൻ ആൻഡ് ചിൽഡ്രനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. ഇനി ദ കസ്റ്റഡി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടൻ കണ്ടീഷൻസിൽ അലൗഡ് മദേഴ്സ് ടു പെറ്റീഷൻ ഫോർ കസ്റ്റഡി ഓഫ് ദെയർ ചിൽഡ്രൻ അണ്ടർ ദ സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ചില അവസരങ്ങളിൽ കുട്ടികൾ ഇല്ലാതിരിക്കാം, അതായത് കുട്ടികളെ എടുത്തുകൊണ്ട് പോയിരിക്കുക, അപ്പൊ അവരെയൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റഡി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പണിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകും. നമ്മുടെ ഈ പറയുന്ന പോലെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാറുണ്ട്. സോ അതിനെതിരെയുള്ള ഒരു പെറ്റീഷൻ ആയിട്ടാണ് ഈ കസ്റ്റഡി ആക്ട് വന്നിട്ടുള്ളത്. പിന്നെ മാരീഡ് വിമൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏത് വരുന്നത്? ഈ ഡി ഓപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഏതാ കറക്റ്റ്? വിമൻസ് സഫ്രേജ് ആക്ട് ആണ് അതിൽ വരാത്തത്. What was the impact on literature of the Education Act of 1870, which made elementary school compulsory? ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്? എ ഓപ്ഷൻ ആയിട്ടുള്ള ദ എമർജൻസ് ഓഫ് എ മാസ് ലിറ്ററേറ്റ് പോപ്പുലേഷൻ അറ്റ് ഹും എ ന്യൂ മാസ് പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ കുഡ് ബി ഡയറക്റ്റഡ്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ആക്ട് വരുന്നതെന്ന് 1870 അതിനെ ഫോർച്ചർ ആക്ടും എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഈ ബ്രിട്ടീഷ് സോഷ്യൽ ആൻഡ് ലിറ്റററി ഹിസ്റ്ററി തിയറിയിൽ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ് ഇത് ഈ എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലുമാണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നത്. വിച്ച് ടെക്സ്റ്റ് എക്സംപ്ലിഫൈസ് ദ ആന്റി വിക്ടോറിയനിസം പ്രിവാലന്റ് ഇൻ ദ ഏർലി 20th century? എമിനന്റ് വിക്ടോറിയൻസ്, ജംഗിൾ ബുക്സ്, ദ വേ ഓഫ് ഓൾ ഫ്ലഷ്, ബോത്ത് എ ആൻഡ് സി. അപ്പോൾ ആന്റി വിക്ടോറിയനിസം കാണിക്കുന്ന ബുക്സ് ഏതൊക്കെയാ? ഏതാ ഉള്ളത്? നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ ഡി ആയിട്ടുള്ള ബോത്ത് എ ആൻഡ് സി, അതായത് എമിനന്റ് വിക്ടോറിയൻസ് എന്ന് പറയുന്ന ലിറ്റൻ സ്ട്രാറ്റജി എഴുതിയ ബുക്കും അതുപോലെ ദ വേ ഓഫ് ഓൾ ഫ്ലഷ് എന്ന് പറയുന്ന സാമുവൽ ബട്ട്ലർ എഴുതിയ സെമി ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഈ ബുക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആന്റി വിക്ടോറിയൻ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതായത് വിക്ടോറിയൻ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ, അതായത് അന്ന് നടക്കാത്ത അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോശം പ്രവൃത്തികളെ കുറിച്ച് ഇവര് തിരിച്ചെഴുതുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് ഈ രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഉത്തരങ്ങൾ രണ്ടെണ്ണം വരുന്നത്. റൈറ്റ്. With which enormously influential perspective or practice is the early 20th century thinker Sigmund Freud associated? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഏത് ഇതിലാണ് വന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്? യൂജനിക്സ് ആണോ, സൈക്കോ അനാലിസിസ് ആണോ, ഫ്രെനോളജി ആണോ, അനാർക്കിസം ആണോ? ഇതിലേതാ? സംശയമൊന്നുമില്ല അല്ലെ, സൈക്കോ അനാലിസിസിലാണ് ആര് വരുന്നത്? നമ്മളുടെ ഫ്രൂയിഡ് വരുന്നത്. ഓക്കെ, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ഇവിടെ ഓർത്ത് വെക്കുക. വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഇമാജിസ്റ്റ് മൂവ്മെന്റ് എക്സംപ്ലിഫൈഡ് ഇൻ ദ വർക്ക് ഓഫ് ടി ഹൾം
ആൻഡ് എസ്ര പൗണ്ട്. ഓക്കെ, ഏതാ? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പോയറ്റിക് എസ്തെറ്റിക് പെയിന്റ്ലി കൺസേൺഡ് വിത്ത് ദ വേ വേർഡ്സ് അപ്പിയർ ഓൺ ദ സ്റ്റേജ്, an effort to read poetry of romantic fierceness and facile emotionalism, replacing it with a precision and clarity of imagery, an attention to alternate states of consciousness and uncanny imagery, the resurrection of romantic poetic sensibility. ആരെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്? ടി ഹൾമിനെ കുറിച്ചും എസ്ര പൗണ്ടിനെ കുറിച്ചും. അപ്പൊ എസ്ര പൗണ്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം, ഒരു 1910, 1920, 1930കളിൽ എഴുതിയിട്ടുള്ള ആളായിരുന്നു. അതായത് നമ്മളുടെ ഏലിയറ്റിന്റെ ഒക്കെ ഒപ്പം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അത്രയും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് എസ്ര പൗണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ട് ഇമേജിസ്റ്റ് മൂവ്മെന്റിൽ സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ എഴുതണം എന്ന് ആലോചിക്കുക. അപ്പൊ ഏതാ കറക്റ്റ് ഉത്തരം? ബി പറയുന്ന an effort to read poetry of romantic fuzziness. റൊമാൻറ്റിക് ആയിട്ടുള്ള റൈറ്റേഴ്സിനെയൊക്കെ മാറ്റുക, റൊമാൻറ്റിക് ആയിട്ടുള്ള എന്താ പറയാ കുറച്ച് റൈറ്റിങ്സ് വരും, അതിനെയൊക്കെ മാറ്റി റീപ്ലേസിങ് ഇറ്റ് വിത്ത് എ പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റി ഓഫ് ഇമേജറി വെച്ച് എഴുതാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഈ അൺനെസസറി ഓർണമെന്റേഷൻ ഒക്കെ ഉണ്ടാവും, ആവശ്യമില്ലാത്ത വലിയ കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളത്, വെയ്ഗ് ഇമേഷൻസ് എഴുതുക എന്നുള്ളതൊക്കെ ഇവർ മാറ്റി നിർത്തും. ഇപ്പൊ നിങ്ങള് നമ്മളുടെ ഇദ്ദേഹത്തിന്റെ എസ്രാ പോണ്ടിന്റെ ദ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അത് വായിച്ചാൽ തന്നെ അറിയാം, ഒരു 10, 12, 14 വരിയുള്ള കവിതയാണ്. ഓക്കെ, അതിൽ തന്നെ ജസ്റ്റ് ഒരു മെട്രോ സ്റ്റേഷനിൽ ഒരാൾ നിൽക്കുന്ന ഒരു കവിത, ഒരാൾ നിൽക്കുന്നു, അയാളുടെ മുഖം ക്ലിയർ അല്ല എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കവിതയാണ് അത് ഇരുന്നത്. പക്ഷെ അതിന് വലിയ അർത്ഥങ്ങളാണ് ഉള്ളത്. അതായത് ഈ ഒരു ലോകത്ത് World War I ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാള് ഒരു മെട്രോ സ്റ്റേഷനിൽ പോയി നിന്നാൽ അയാൾക്ക് ഒരു വിലയില്ല എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മുഖം ക്ലിയർ അല്ല. എല്ലാ മനുഷ്യരെ പോലെയും വെയിലിൽ ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ടാണ് ആര് നിൽക്കുന്നത്? ആ മെട്രോ സ്റ്റേഷനിലുള്ള ആ ഒരാളെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് മെട്രോ സ്റ്റേഷൻസ് എല്ലാം ഒരുപോലെ, അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ജീവിതമില്ലാത്ത ഒരേപോലെ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫിലോസഫി പറയുന്നതാണ് നമ്മുടെ ഈ എസ്രാ പോണ്ടിന്റെ കവിതകൾ. റൈറ്റ്. What characteristics of 17th century metaphysical poetry sparked the enthusiasm of modernist poets and critics? ഏതാ? Its intellectual complexity, its union of thought and passion, its uncompromising engagement with politics. ഏതാ? എ ആൻഡ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മെറ്റാഫിസിക്കൽ പോയട്രി എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നത് 17th സെഞ്ചുറിയിൽ. അപ്പോൾ ഇന്റലക്ച്വൽ കോംപ്ലക്സിറ്റി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് പാഷൻ കാണിക്കുന്നുണ്ട്. വിച്ച് പോയറ്റ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് പാർട്ട് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് 1950s? ദ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ആരാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്? ടോം ഗണ്ണാണോ, പാബ്ലോ പിക്കാസോ ആണോ, ഫിലിപ്പ് ലാർക്കിങ്ങിനാണോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് സി ആണോ? ആരാ? ബോത്ത് എ ആൻഡ് സി ആണ്. ഇപ്പൊ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, മൂവ്മെന്റ് പോയറ്റ്സ് ആരാണെന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഫിലിപ്പ് ലാർക്കിനും അതുപോലെ ടോം ഗണ്ണുമാണ് ഇതിലായിട്ടുള്ള ചേർന്ന് നിൽക്കുന്ന രണ്ടാൾക്കാർ. ഹു റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് മോഡേണിസ്റ്റ് എക്സ്പെരിമെന്റേഷൻ ആൻഡ് റൊമാൻറ്റിക് ഐഡിയലിസം. അവർക്ക് എന്താ വേണ്ടിയിരുന്നത്? മൂവ്മെന്റ് പോയട്രിക്കാർക്ക് അവർ വേണ്ടിയിരുന്നത് ക്ലാരിറ്റി, റാഷണാലിറ്റി, ഫോർമൽ സ്ട്രക്ചർ എന്നീ കാര്യങ്ങളായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഓക്കെ, which British dominion achieved independence in 1921-22 following the Easter Rising of 1916? ഏത് ബ്രിട്ടീഷ് ഡൊമീനിയനാണ് ഇൻഡിപെൻഡൻസ് 1922 കിട്ടിയതെന്ന് ചോദിക്കുന്നത്. ദ സദേൺ കൗണ്ടീസ് ഓഫ് അയർലൻഡ്, കാനഡ, അൾസർ, ഇന്ത്യ. ആർക്കാ കിട്ടിയിട്ടുള്ള? ദ സദേൺ കൗണ്ടീസ് ഓഫ് അയർലൻഡ്. ബാക്കിയൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, which phrase indicates the interior flow of thought employed in high modern literature? Automatic writing ആണോ, confused days ആണോ, total recall ആണോ, stream of consciousness ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ് ജെയിംസ് ജോയ്സിനെ പോലെയും വിർജീനിയ വോൾഫിനെ പോലെയും അതുപോലെ തന്നെ വില്യം ഫോക്നറെ പോലെയുള്ള ആൾക്കാർ എന്താ ഉപയോഗിച്ചത്? സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതാണ് ആരുപയോഗിക്കുന്നത്? നമ്മളുടെ ഈ റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത്. Who wrote the dystopian novel 1984? 1984 എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണെന്ന് ചോദിക്കുന്നത്. ജോർജ് ഓർവെൽ ആണോ, വിർജീനിയ വോൾഫ് ആണോ, ഇവലിൻ വോ ആണോ, ഓസൻ വെൽസ് ആണോ? ഇതാരാണ് എഴുതിയത്? ജോർജ് ഓർവെൽ ആണ് എന്ത് എഴുതിയിട്ടുള്ളത്? 1984 എന്ന് പറയുന്ന ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. 1949 വന്നിട്ടുള്ളത്. എന്തിനാണ് തിരിക്കുന്നത്?
ടോട്ടലിറ്റേറിയനിസം, സർവൈലൻസ്, പ്രൊപ്പഗാൻഡ എന്നീ പറയുന്ന വലിയ വലിയ ഐഡിയാസ് ഉണ്ട്. അതിനെതിരെയാണ് 1984 എന്ന് പറയുന്ന ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, ദ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയാറില്ലേ, ഒരു വലിയൊരു ഒരു പൊളിറ്റിക്കൽ ശക്തി നമ്മളെ എപ്പോഴും വാച്ച് ചെയ്യേണ്ടത്, ആ ഒരു രീതിയിലാണ് ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളത്. ദ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഒറിജിനലി ദ ഐറിഷ് ലിറ്റററി തിയേറ്റർ? ഏതായിരുന്നു? ദ ഐറിഷ് നാഷണൽ തിയേറ്റർ ആണോ, ദ ഗ്ലോബ് തിയേറ്റർ ആണോ, ദ അബേ തിയേറ്റർ ആണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ടി എന്നുള്ളതാണ് റൈറ്റ്. അതിൽ അബേ തിയേറ്റർ ആണ് വരുന്നത്. ഓക്കെ. ഗ്ലോബ് തിയേറ്റർ ആരുടെ ആയിരുന്നു? നമ്മളുടെ ഷേക്സ്പിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഗ്ലോബ് തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ചോദിക്കുന്നത് ട്രഡീഷണൽ ഐറിഷ് ലിറ്റററി തിയേറ്റർ ഏതാ? അബ്ബേ തിയേറ്റർ ആണ് വരുന്നത്. ആൻഡ് ഫൗണ്ടഡ് ബൈ 1899, 1899 ഈറ്റ്സും ലേഡി ഗ്രിഗറിയും അതുപോലെ തന്നെ എഡ്വേർഡ് മാർട്ടിനും ചേർന്നിട്ടാണ് ഐറിഷ് ഡ്രാമേനെ ലിറ്ററേച്ചറിനെയും കുറച്ച് പൊക്കിയാണ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ബേ തിയേറ്റർ കൊണ്ടുവരുന്നത്. ഓക്കെ. And it became the first state subsidized theatre in the English speaking world and the National Theatre of Ireland. ഏതാണ് നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ് വരുന്നത്? അബേ തിയേറ്റർ ആണ് വരുന്നത്. അത് ആരെ കൊണ്ടുവന്നത്? ഈറ്റ്സും ലേഡി ഗ്രിഗറിയും മാർട്ടിൻ കൂടി. വാട്ട് ഡിഡ് ഹെൻറി ജെയിംസ് ഡിസ്ക്രൈബ് ആസ് ലോസ് ബാഗി മോൺസ്റ്റേഴ്സ്? ഒരു കോട്ടാണ്. എന്തിനെയാണ് ഹെൻറി ജെയിംസ് വിളിച്ചിട്ടുള്ളത്? നോവൽസ് ആണോ, പ്ലേസ് ആണോ, ദ ഇംഗ്ലീഷ് ആണോ, പബ്ലിഷേഴ്സിനെയാണോ? നോവൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹെൻറി ജെയിംസ് എന്ത് വിളിക്കുന്നത്? ലോസ് ബാഗി മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആരെ അതിൽ പറയുന്നത്? 19th സെഞ്ചുറി നോവൽസ്, പ്രത്യേകിച്ച് ടോൾസ്റ്റോയിന്റെയും ഡിക്കൻസിന്റെയും നോവലുകളെ കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ഇവയെ ലോസ് ബാഗി മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അവരുടെ സ്ട്രക്ചറൽ ടൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ഫോർമൽ യൂണിറ്റിയോ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. Who is the author of the famous novel The Portrait of a Lady? ഫേമസ് നോവലാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ആരാ? ഹെൻറി ജെയിംസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. 1881 ഇസബൽ ആർച്ചർ എന്ന് പറയുന്ന ഓക്കെ ഒരു 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 ക്യാരക്ടറിനെ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കാണിച്ചുകൊണ്ടാണ് ഹെൻറി ജെയിംസിന്റെ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന് പറയുന്ന നോവൽ വരുന്നത്. ഓക്കെ. ഫ്രം സിംബലിസ്റ്റ് വാസ് ഡിറൈവ്ഡ് ഡാഷ് ഓഫ് എസ്രാ പൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു സാധനമാണ്. ഏതാ വന്നത്? ഇമേജിസം ആണോ എസ്രാ പൗണ്ടിൽ വരുന്നത്? മോഡേണിസം ആണോ? ആർട്ട് ഫോർ ആർട്ട് സേക്ക് മൂവ്മെന്റ് ആണോ? റിയലിസം ആണോ? ആരാ വരിക? ഇമേജിസമാണ് നമ്മൾ എക്സ്ട്രാ പൗണ്ട് ഉപയോഗിക്കുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇമേജിസം മൂവ്മെന്റുകൾ അത് അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നതാണ്. ഇനി ഇത് എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് സിംബലിസത്തിൽ നിന്നാണ്. ഓക്കെ. ക്ലാരിറ്റി, പ്രിസിഷൻ, അതുപോലെ എക്കണോമി ഓഫ് ലാംഗ്വേജ്, ഇതൊക്കെ ഡയറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്. ആൻഡ് യൂസ് ഓഫ് ഫ്രീ വേഴ്സ് ഒക്കെ ഇമേജിസത്തിന്റെ പ്രത്യേകതകളായിട്ട് വരുന്നതാണ്. മോഡേണിസ്റ്റ് പോയട്രി വാസ് ഇനാഗുറേറ്റഡ് ബൈ ടി.എസ്. എലിയറ്റ്സ്. മോഡേണിസ്റ്റ് പോയട്രി ടി.എസ്. എലിയറ്റിന്റെ ഏത് കവിതയിൽ കൂടെയാണ് ഇനാഗുറേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്? ആഷ് വെൻസ്ഡേ ആണോ, ഫോർ ക്വാർട്ടേഴ്സ് ആണോ, വേസ്റ്റ് ലാൻഡ് ആണോ, ഫ്രൊഫ്രോക്ക് ആൻഡ് അതർ ഒബ്സർവേഷൻസ് ആണോ? വേസ്റ്റ് ലാൻഡിലൂടെയാണ് 1922 പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കാണ് ഇത് വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് അദ്ദേഹത്തിന്റെ മോഡേണിസ്റ്റ് പോയട്രി വന്നിട്ടുള്ളത്. ഡാഷ് അല്ലെങ്കിൽ ഡാഷ് പേഴ്സൺ became the leader of wartime romanticism and the chief poets of the 14th. 1940-കളിലെ വാർ ടൈം റൊമാൻറ്റിക് ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ചീഫ് പോയറ്റ്സ് ലിലൻ തോമസ് ആണോ, തോമസ് ഹാർഡി ആണോ, ടി.എസ്. എലിയറ്റ് ആണോ, ഓഡൻ ആണോ? ഡിലൻ തോമസ് ആണ് ഇതിൽ പ്രധാനപ്പെട്ട വാർ ടൈം റൊമാൻറ്റിക് ലീഡർ ആൻഡ് പോയട്രി അല്ലെങ്കിൽ പോയറ്റിക് വോയിസ് എന്ന് 1940-കളിൽ വിളിക്കപ്പെട്ട ആള്. ഇനി ഡാഷ് അല്ലെങ്കിൽ ഹൂ ബിക്കെയിം ദ പോയറ്റ് ലോറേറ്റ് ഇൻ 1913? 1913 പോയറ്റ് ലോറേറ്റ് ആയി മാറിയത് ആര്? ഡിലൻ തോമസ് ആണോ, തോമസ് ഹാർഡി ആണോ, റുഡ്യാർഡ് കിപ്ലിംഗ് ആണോ, റോബർട്ട് ബ്രിഡ്ജസ് ആണോ? ആരായിരുന്നു? റോബർട്ട് ബ്രിഡ്ജസ് ആണ് 1913 പോയറ്റ് ലോറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. Which poet wrote the famous poem Isha 1916, No Second Troy, Sailing to Byzantium? ഇത് മൂന്നും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്.
അപ്പൊ ആരാ ഇത് എഴുതിയിട്ടുള്ളത്? വിൽഫ്രഡ് ഓവൻ ആണോ, W.B. ഈറ്റ്സ് ആണോ, ഹോപ്കിൻസ് ആണോ, T.S. എലിയറ്റ് ആണോ? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. W.B. ഈറ്റ്സ് ആണ് ഇത് എഴുതുന്നത്. ഇനി ഈസ്റ്റർ 1960 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിഷ് ഈസ്റ്റർ റൈസിംഗിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയമാണ്. അതുപോലെ നോ സെക്കൻഡ് ട്രോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോഡ് ഗോണിനെ പറ്റിയിട്ട് അൺറിക്വറ്റഡ് ലവ് നമ്മൾ പറയുന്നുണ്ട്, സ്വീകരിക്കാത്ത ലവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ സ്വീകരിക്കാത്ത കാമുകിയായിട്ടുള്ള മോഡ് ഗോൺ സ്വീകരിച്ചില്ല അദ്ദേഹത്തിനെ. അവളെ ഹെലൻ ഓഫ് ട്രോയ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടുകൊണ്ടാണ് നോ സെക്കൻഡ് ട്രോയ് എന്ന് പറയുന്ന ഈ ഒരു കവിത എഴുതുന്നത്. ഹു വാസ് ദ ഓതർ ഓഫ് ദ നോവൽസ് യുലീസസ്? യുലീസസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നോവലിന്റെ എഴുത്തുകാരനാണ്. ജെയിംസ് ജോയ്സ് ആണോ, വിർജീനിയ വോൾഫ് ആണോ, H.G. വെൽസ് ആണോ, കിപ്ലിംഗ് ആണോ? ജെയിംസ് ജോയ്സ് ആണ് യുലീസസ് എന്ന് പറയുന്ന 1922 ഇറങ്ങിയ നോവലിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കാം. യുലീസസ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, അത് എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് എന്ന് എഴുതിയെന്നും കൂടെ നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. റൈറ്റ്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. അടുത്തൊരു ക്ലാസ്സിൽ എന്തായാലും നമ്മൾ കുറെ അധികം ചോദ്യങ്ങളുമായിട്ട് എന്തായാലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ രസം, കുറച്ചും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്ദി. ആ ക്ലാസ് കാണുക, ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും കൂടെ പരിഗണിക്കുക. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ ആൻഡ് സീ യു.